हरि ओम हरि ओम। हरि ओम। ओम। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तर्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितिदीर्षदां तमोऽन्तम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्माय शेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि।
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധം 13-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമിവംശചരിതം. ഇന്ന് രാവിലെ 12-ാം അധ്യായം 16 ശ്ലോകങ്ങൾ മുഴുവനായി എടുത്തു. അതിനുശേഷം 13-ാം അധ്യായത്തിലെ 11 ശ്ലോകങ്ങളും എടുത്തു. ഇനിയിപ്പോ 13-ാം അധ്യായത്തിൽ കുറച്ച് ശ്ലോകങ്ങളെ ഉള്ളൂ, 14 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. അതൊന്ന് നമുക്കെടുത്ത് നോക്കാം. നിമിവംശ ചരിത്രമാണ് പറയുന്നത്. ഇക്ഷ്വാകുവിന്റെ 2ാമത്തെ പുത്രനാണ് നിമി. ഇക്ഷ്വാകുവിന്റെ മൂത്ത പുത്രനായ ശശാതന്റെ കഥ, വികുക്ഷി എന്നും പേരുണ്ടായിരുന്ന ശശാതന്റെ വംശകഥയാണ് പറഞ്ഞത്. ഇനി ഇക്ഷ്വാകുവിന്റെ തന്നെ മനു എന്ന പുത്രന്റെ വംശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 ശ്ലോകം കഴിഞ്ഞു, ബാക്കി കാണണം. ഇപ്പൊ നമുക്ക് അധ്യായം മുഴുവനായിട്ട് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 13-ോऽധ്യായഃ. ശ്രീശുക ഉവാച. നിമിരിക്ഷ്വാകുതനയോ വസിഷ്ഠം അവൃതർദ്വിജം ആരഭ്യ സത്രം സോപ്യാഹ ശക്രേണ പ്രാഗ്വൃതോസ്മി ഭോഃ. തം നിർവർത്യാഗമിഷ്യാമി താവന്മാം പ്രതിപാലയ. തൂഷ്ണീമാസീത് ഗൃഹപതിഃ സോപീന്ദ്രസ്യാകരോന്മഖം. നിമിശ്ചലമിദം വിദ്വാൻ സത്രമാരഭദാത്മവാൻ. ഋത്വിഗ്വിരപരൈസ്താവത് നാഗമത് യാവതാ ഗുരുഃ. ശിഷ്യവ്യതിക്രമം വീക്ഷ്യ നിർവർത്യ ഗുരുരാഗതഃ. അശപത് പദദാദ്ദേഹോ നിമേഃ പണ്ഡിതമാനിനഃ. നിമിഃ പ്രതിദദൗ ശാപം ഗുരവേ അധർമ്മവർത്തിനേ. തവാപി പദദാദ്ദേഹോ ലോപാദ് ധർമ്മം അജാനതഃ. ഇത്യുത്സസർജസ്വം ദേഹം നിമിരധ്യാത്മകോ വിദഃ. മിത്രാവരുണയോർജജ്ഞേ ഉർവശ്യാം പ്രപിതാമഹഃ. ഗന്ധവസ്തുഷു തദ്ദേഹം നിദായ മുനിസത്തമാഃ. സമാപ്തേ സത്രയാഗേത ദേവാനൂചുഃ സമാഗതാൻ. രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്നാഃ പ്രഭവോ യതി. തഥേത്യുക്തേ നിമിഃ പ്രാഹ മാ ഭൂന്മേ ദേഹബന്ധനം. യസ്യ യോഗം ന വാഞ്ചന്തി വിയോഗഭയകാതരാഃ. ഭജന്തി ചരണാംബോജം മുനയോ ഹരിമേധസഃ. ദേഹം നാവരുരുത്സേഹം ദുഃഖശോകഭയാവഹം. സർവത്രാസ്യ യതോ മൃത്യുഃ മത്സ്യാനാം ഉദകേ യദാ. ദേവാ ഊചുഃ. വിദേഹ ഉഷ്യതാം കാമം ലോചനേഷു ശരീരിണാം. ഉന്മേഷണ നിമേഷാഭ്യാം ലക്ഷിതോധ്യാത്മസംസ്ഥിതഃ. അരാജകഭയം നൃണാം മന്യമാനാ മഹർഷയഃ. ദേഹം മമന്തുസ്മ നിമേഃ കുമാരഃ സമജായത. ജന്മനാ ജനകസ്സോഭൂത് വൈദേഹസ്തു വിദേഹജഃ. മിഥിലോ മദനാജ്ജാതോ മിഥിലായേന നിർമ്മിതാ. തസ്മാത് ഉദാവസുസ്തസ്യ പുത്രോऽഭൂത് നന്ദിവർദ്ധനഃ. തതഃ സുകേതുസ്തസ്യാപി ദേവരാതോ മഹീപതേ. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യഃ സുധൃത്പിതാ. സുധൃതേർദൃഷ്ടകേതുർവൈ ഹര്യശോധമരുസ്തതഃ. മരോഃ പ്രദീപകസ്തസ്മാത് ജാതഃ കൃതിരഥോ യതഃ.
ദേവമീഡസ്തസ്യ സുതോ വിശ്രുതോദമഹാധൃതിഃ കൃതിരാതസ്തതസ്തസ്മാത് മഹാരോമാദതൽസുതഃ സ്വർണരോമാ സുതസ്തസ്യ ഹ്രസ്വരോമാ വ്യജായത തദസീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹീം സീതാ സീരാഗ്രതോ ജാതാ തസ്മാത് സീരധ്വജ സ്മൃതഃ കുശധ്വജസ്തസ്യ പുത്രഃ തതോ ധർമ്മധ്വജോ നൃപഃ ധർമ്മധ്വജസ്യ ദ്വൗ പുത്രൗ കൃതധ്വജമിതധ്വജൗ കൃതധ്വജാത് കേശിധ്വജഃ ഗാണ്ഡിക്യസ്തുമിതധ്വജാത് കൃതധ്വജസുതോ രാജൻ ആത്മവിദ്യാ വിശാരദഃ ഗാണ്ഡിക്യഃ കർമ്മതത്ത്വജ്ഞോ ബീദഃ കേശിധ്വജാദ്രുതഃ ഭാനുമാൻ തസ്യ പുത്രോऽഭൂത് ശതദ്യുമ്നസ്തു തൽസുതഃ ശുചിസ്തത്തനയസ്തസ്മാത് സനദ്വാജസ്തതോऽഭവത് ഊർധ്വകേതുഃ സനദ്വാജാത് അജോത പുരുജിത്സുതഃ അരിഷ്ടനേമിസ്തസ്യാപി ശ്രുതായുസ്തൽസുപാർശ്വകഃ തതശ്ചിത്രരഥോ യസ്യ ക്ഷേമധിർമിഥിലാധിപഃ തസ്മാത് സമരദസ്തസ്യ സുതഃ സത്യരഥസ്തതഃ ആസീദുപഗുരുസ്തസ്മാത് ഉപഗുപ്തോऽഗ്നിസംഭവഃ വസ്വനന്ദോ തൽപുത്രോ യുയുധോ യൽ സുഭാഷണഃ ശ്രുതസ്തതോ ജയസ്തസ്മാത് വിജയോസ്മാദൃതഃ സുതഃ ശുനകസ്തൽസുതോ ജജ്ഞേ വീതഹവ്യോ ധൃതിസ്തതഃ ബഹുലാശ്വോ ധൃതേസ്തസ്യ കൃതിരസ്യ മഹാവശീ ഏതേ വൈ മൈഥിലാ രാജൻ ആത്മവിദ്യാ വിശാരദാഃ യോഗേശ്വരപ്രസാദേന ദ്വന്ദ്വൈർമുക്താ ഗൃഹേഷ്വപി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ നിമിവംശാനുവർണനം നാമ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം. രാവിലെ 12-ാം അധ്യായം 16 ശ്ലോകങ്ങൾ. അതിലൂടെ ശ്രീരാമചന്ദ്രനു ശേഷം കുശന്റെ വംശം, ഇക്ഷ്വാകു വംശത്തിൽ അവസാന ഭാഗമായിട്ട് കുശന്റെ വംശം പറഞ്ഞു. വളരെ ക്രമത്തിൽ എണ്ണി ആ പ്രമുഖന്മാരുടെ പേരുകൾ, മൂത്ത തനയന്മാര്. അതിൽ അഭിമന്യുവിനാൽ വധിക്കപ്പെട്ട ഒരു രാജാവിന്റെ പേര് പോലും പറഞ്ഞു, ബൃഹദ്ബലൻ. അതിനുശേഷം വരാനിരിക്കുന്ന ഇക്ഷ്വാകു വംശജരെയും സൂചിപ്പിച്ചു. ഈ കലിയുഗത്തിൽ ഏതുവരെയാണ് ഇക്ഷ്വാകു വംശം? സുമിത്രാന്തോ ഭവിഷ്യതി. സുമിത്രൻ എന്ന് പറയുന്ന രാജാവ് ആണ് അവസാനത്തെ രാജാവായിട്ട് സൂര്യവംശത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോ യതസ്തം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലോ. സംസ്ഥയെ പ്രാപിക്കും എന്ന് വെച്ചാൽ ഈ വംശം അവസാനത്തെ ആ ഒരു നാശത്തെ പ്രാപിക്കും, സന്തതി അറ്റുപോകും എന്നർത്ഥം. അതിനുശേഷം പിന്നെ 13-ാം അധ്യായം നമ്മൾ രാവിലെ ആരംഭിച്ചു. അതിൽ ഇക്ഷ്വാകുവിന്റെ തന്നെ മറ്റൊരു പുത്രനായ, അല്ലെങ്കിൽ രണ്ടാമത്തെ പുത്രനെന്നെടുക്കാം, നിമിയുടെ വംശമാണ് പറഞ്ഞു തുടങ്ങിയത്.
നിമി ഒരിക്കൽ ഒരു യാഗം ചെയ്യാനായിട്ട് വസിഷ്ഠനെ തന്റെ ഋത്വിക്കായിട്ട് ഭരിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെ ഒരു യാഗം സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് നടത്തി വന്നിട്ട് അങ്ങയുടെ യാഗം നടത്താം എന്ന് പറഞ്ഞു പോയി. എന്നാൽ നിമിക്ക് ഈ ജീവിതവും ശരീരവും എല്ലാം അനിത്യമാണ് എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ശുഭകാര്യം ശീഘ്രം ചെയ്യണം എന്ന് കരുതി മറ്റ് ഋത്വിക്കുകളെ വിളിച്ചുകൊണ്ട് ആ കർമ്മം ആരംഭിച്ചു. ഇന്ദ്രന്റെ കർമ്മം കഴിഞ്ഞ് വസിഷ്ഠൻ വന്നപ്പോൾ ഇവിടെ നിമി യാഗം തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിമിയെ ശപിച്ചു ധിക്കാരം കാണിച്ചതിന്. അശപത് പതതാ ദേഹോ നിമേഹേ പണ്ഡിതമാനിനഃ, പണ്ഡിതമാനിയായിട്ടുള്ള നിമിയുടെ ശരീരം പതിക്കട്ടെ എന്ന് ശപിച്ചു. അപ്പൊ നിമിയും തിരിച്ച് ശപിച്ചു. ലോഭം കൊണ്ട് ധർമ്മം അറിയാതെ പ്രവർത്തിച്ച, ധർമ്മം എന്താണ്? ഏത് കാര്യങ്ങളും ആർക്കും എപ്പോഴും ശുഭകാര്യങ്ങൾ ഉടനെ ചെയ്യുന്നതാണ് ധർമ്മം. അത് മറ്റൊരാൾക്ക് വേണ്ടി നീട്ടിവെക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ പുരോഹിതന് വേറെ തിരക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിരക്കിന് പൊക്കോട്ടെ. അദ്ദേഹത്തിന് ഇന്ദ്രന്റെ ഇന്ന് കൂടുതൽ എന്താ പറയുക യശസ്സും ദക്ഷിണയും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് പോയി വാങ്ങിച്ചോട്ടെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. മറ്റ് ഋത്വിക്കുകളെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. കാരണം മനുഷ്യ ശരീരം അത്രയ്ക്ക് അധ്രുവമാണ്. അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടു, തന്റെ ദേഹം പതിക്കാൻ പോകുന്നു, അതിനു മുമ്പ് തന്നെ ഈ കാര്യം സാധിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം തുടങ്ങിയത് ദീർഘദൃഷ്ടി ആയതുകൊണ്ടാണ്. ഇതിപ്പോ ശാപം കൊണ്ടാണെങ്കിലും ദേഹം പതിച്ചുവല്ലോ. അപ്പൊ എന്തായാലും നിമി തിരിച്ചും ശാപം കൊടുത്തു. പിന്നീട് ആ വസിഷ്ഠൻ ദേഹം ഉപേക്ഷിച്ച് മിത്രാവരുണന്മാരുടെ പുത്രനായി ജാതനായി, കുടത്തിൽ നിന്ന് അഗസ്ത്യ സഹോദരനായി ജാതനാവും. ഇദ്ദേഹത്തിന്റെ ശരീരം, നിമിയുടെ ശരീരം നല്ല സുഗന്ധദ്രവ്യങ്ങളിട്ട എണ്ണത്തോണിയില് ഈ ബ്രാഹ്മണരെ ഋത്വിക്കുകൾ സംരക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് യാഗം പൂർത്തീകരിക്കും. യാഗം പൂർത്തീകരിച്ച് ദേവന്മാർ പ്രത്യക്ഷരായപ്പോൾ അവരോട് പറഞ്ഞു, രാജ്ഞോ ജീവതു ദേഹോയം പ്രസന്നാഹ പ്രഭവോ യതി. നിങ്ങൾ പ്രഭുക്കളാണെങ്കിൽ, നിങ്ങൾ ഇദ്ദേഹത്തോട് പ്രസന്നരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇദ്ദേഹത്തിന്റെ ദേഹം ജീവിക്കണം എന്ന് ഋത്വിക്കുകൾ ദേവന്മാരോട് അഭ്യർത്ഥിച്ചു. അപ്പൊ തദേതി ഉക്തയേ, ദേവന്മാർ തഥാസ്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് നിമി തിരിച്ചു പറഞ്ഞു, നിമിയുടെ സൂക്ഷ്മ ശരീരം പറഞ്ഞു, മാഭൂത്മേ ദേഹബന്ധനം, എനിക്ക് ദേഹബന്ധനം വേണ്ട, എനിക്ക് ഇനിയൊരു ദേഹം വേണ്ട, ദുഃഖകാരണമാണ് ദേഹം. ഏതൊരു മുനികൾ ഹരിമേധസ്സുകളായിരിക്കുന്ന, ഹരിയിൽ മനസ്സിരുത്തിരിക്കുന്ന, ബുദ്ധിയെ ഹരിയിൽ നശിച്ചിരിക്കുന്ന ആളുകൾ ഏതൊരു ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്നുവോ അവർ യസ്യ യോഗം ന വാഞ്ചന്തി, ഈ ശരീരവുമായിട്ടുള്ള യോഗം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? വിയോഗ ഭയകാതരാഹ, ഈ ശരീരം വിയോഗം വരും. അപ്പൊ അതൊരു ഭയമാണ്, ഇതെന്നായാലും ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഭയം കൊണ്ട് കാതരരായിട്ടുള്ള വിവേകികളായിട്ടുള്ള മുനികൾ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്നവർ ഈ ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ദേഹത്തിൽ പ്രവേശിക്കുകയില്ല. ദേഹം ന അവരുൾസേ അഹം ദുഃഖശോക ഭയാവഹം, ഇത് ദുഃഖവും ശോകവും ഭയവും കൊണ്ടുവരുന്നതാണ്. സർവത്ര അസ്യ യതോ മൃത്യു മത്സ്യാനാം ഉദകേ യത, ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ചുറ്റും വെള്ളം ഉള്ളതുപോലെ തന്നെ ഈ മർത്യന്മാർക്ക് അഥവാ ശരീരമുള്ളവർക്കൊക്കെ ചുറ്റും മൃത്യുദേവൻ കാവൽ നിൽക്കുകയാണ്. അഥവാ നമ്മളെ എപ്പോൾ വേണമെങ്കിൽ ബാധിക്കാമെന്നർത്ഥം. മൃത്യു നമ്മളെ കൊണ്ടുപോകാനായിട്ട് വളഞ്ഞിട്ടുണ്ട്. ജനിച്ചപ്പോൾ തന്നെ മൃത്യുവിന്റെ വായിലേക്കാണ് എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൃത്യുവശകമായിരിക്കുന്ന, ദുഃഖകാരണമായിരിക്കുന്ന ഈ അനിത്യമായ ദേഹം എനിക്ക് വേണ്ട എന്ന് വിവേകിയായിട്ടുള്ള ആ നിമി നിഷേധിച്ചു. അപ്പൊ ദേവന്മാര് അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തു. വിദേഹ ഉഷ്യതാം കാമം ലോചനേഷു ശരീരിണാം, ശരീരിണാം ലോചനേഷു കാമം ഉഷ്യതാം, ദേഹികളുടെ കണ്ണുകളിൽ നീ ഇഷ്ടം പോലെ വസിച്ചോളൂ,
ഉന്മേഷണ നിമേഷാഭ്യാൻ ലക്ഷ്യത്തോ അധ്യാത്മ സംസ്ഥിത. നീ അവരുടെ ഉന്മേഷ നിമേഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ലക്ഷീകരിക്കട്ടെ. നീ അധ്യാത്മ സംസ്ഥിതനായിരിക്കട്ടെ. ആത്മാവിൽ ഉറച്ചവനായിട്ട് ആത്മബോധമുള്ളവനായിട്ട് ഇരുന്നാലും പ്രാണികളുടെ എല്ലാം കണ്ണിലിരുന്നാലും എന്ന് പറഞ്ഞ് ദേവന്മാര് നിമിക്ക് ഒരു അനുഗ്രഹം വരം കൊടുത്തു. അങ്ങനെ ആദ്യത്തെ നിമിയുടെ കഥ കഴിഞ്ഞു. ഇനിയിപ്പോ ആ നിമിയുടെ വംശം എങ്ങനെയാണ് നിലനിൽക്കപ്പെടുന്നത് എന്ന് തുടർന്ന് പറയുകയാണ്. ആ നിമിയുടെ ശരീരം എണ്ണത്തോണിയിലിട്ട് വെച്ചിരുന്നത് ഈ മുനിമാർ തന്നെ മഥനം ചെയ്യുന്നു. ആ കഥയാണ് ആരംഭിക്കുന്നത്. അരാചകഭയം നൃണാം മന്യമാനാ മഹർഷയഃ ദേഹം മമന്തുസ്മ നിമേഹേ കുമാരസമജായത. അരാജകഭയം നൃണാം മന്യമാനാ മഹർഷയഃ ദേഹം മമന്തുസ്മ നിമേഹേ കുമാരസമജായത. മഹർഷയഃ ആ ഋഷീശ്വരന്മാർ, ഋത്തിക്കുകൾ, നൃണാം അരാജകഭയം മന്യമാനാഹ. നൃണാം നരന്മാർക്ക് അരാജകഭയം എന്ന് വെച്ചാൽ രാജാവില്ലാതിരുന്നാൽ നാഥനില്ലാത്ത കളരി അല്ലേ, അരാജകത്വം വന്നു ചേരും. ഒരു കാര്യത്തിനും ഒരു നിശ്ചയവും ഉണ്ടാവില്ല. എല്ലാവരും കയ്യൂക്കുള്ളവർ കാര്യക്കാരായി മാറും. ദുഷ്ടന്മാരെ ശക്തി പ്രാപിക്കും. സജ്ജനങ്ങൾ ആക്രമിക്കപ്പെടും. അതാണ് അരാജകത്വം വന്നു ചേർന്ന. ഭരണാധികാരികൾ ശക്തരല്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ പിന്നെ ഭരണാധികാരികൾ ഇല്ലെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇവിടെ നമ്മുടെ നിമി ദേഹം വെടിഞ്ഞു. അതുകൊണ്ട് ദേഹം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് രാജാവായിരിക്കാനും നിവൃത്തിയില്ല. അതുകൊണ്ട് നൃണാം അരാജകഭയം മന്യമാനാഹ മഹർഷയഃ. നരന്മാർക്ക് അരാജകത്വം വന്നു ചേർന്നതിന്റെ ഭയം കണ്ടിട്ട് മഹർഷിമാര് നിമേഹേ ദേഹം മമന്തുസ്മ. ആ നിമിയുടെ ദേഹം, ആ എണ്ണയിലിട്ട് വെച്ചിരുന്ന ദേഹത്തെ മമന്തുസ്മ. മമന്തു എന്ന് പറഞ്ഞാൽ മഥനം ചെയ്തു എന്നർത്ഥം, കടഞ്ഞു. അപ്പൊ ദേഹത്തെ ഒന്ന് മഥനം ചെയ്തു അത്രേ എന്ന് മമന്തുസ്മ. അപ്പോഴോ കുമാരസമജായത. ആ ശരീരത്തിൽ നിന്ന് ഒരു കുമാരൻ സംജാതനായി. നമ്മുടെ പൃഥുവിന്റെ കഥ, വേനന്റെ ശരീരം കടഞ്ഞ് പൃഥു ജനിച്ചതുപോലെ ഇവിടെ നിമിയുടെ ശരീരത്തിൽ നിന്ന് കുമാരനുണ്ടായി. ആ കുമാരനെ 3 പേരില് പറയുന്നു അടുത്ത ശ്ലോകത്തില്. ജന്മനാ ജനകസ്വഭൂത് വൈദേഹസ്തു വിദേഹജഃ മിഥിലോ മദനാജാതോ മിഥിലായേന നിർമ്മിതാ. ജന്മനാ ജനകസ്വഭൂത വൈദേഹസ്തു വിദേഹജഃ മിഥിലോ മദനാജാതോ മിഥിലായേന നിർമ്മിതാ. അദ്ദേഹത്തിന് 3 പേര്: ജനകൻ, വൈദേഹൻ, മിഥിലൻ. അത് ഏതേത് കാരണങ്ങൾ കൊണ്ടെന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ജന്മന ജനകഃ സഹ അഭൂത്. സഹ കുമാരഃ ജനകഃ അഭൂത്. ആ കുമാരൻ ജനകനായി ഭവിച്ചു, ജനകൻ എന്ന് അറിയപ്പെട്ടു. എന്തുകൊണ്ട്? ജന്മന. എന്ത് ജന്മന? വംശസ്യ ജന്മന. ഈ വംശം, നിമിയുടെ വംശം കുറ്റിയേറ്റ് പോയേനെ. ഇനി ആ വംശത്തെ ജനിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ജനകൻ. ഇനി വരുന്ന വംശത്തെ, വംശപരമ്പരയെ ജനിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ജനകൻ എന്ന അദ്ദേഹത്തിന് പേര്. അപ്പോ ആ വംശത്തിന് സോഴ്സായിത്തീരുന്നു. അദ്ദേഹം ജനിച്ചത് കൊണ്ടാണ് ഇനി തുടർന്ന് ആ വംശം നിലനിൽക്കാൻ പോകുന്നത്. ആ വംശത്തെ ജനിപ്പിക്കുന്നവൻ ജനകൻ. അപ്പൊ ജന്മനാ ജനകഃ സഹ അഭൂത്. വിദേഹജഃ, വിദേഹനായ നിമിയിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, ദേഹം പോയ നിമിയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് വൈദേഹഃ എന്ന് പേര് വന്നു. വൈദേഹസ്തു, വൈദേഹൻ എന്ന പേരാവട്ടെ വിദേഹജനായതുകൊണ്ട് വന്നു ചേർന്നു. മിഥിലോ മദനാജാതോ. ഈ നിമിയുടെ ശരീരം മദനം ചെയ്തിട്ട് ജനിച്ചതാണല്ലോ. അതുകൊണ്ട് മദനത്തിൽ നിന്ന് ഭവിച്ചവൻ എന്ന അർത്ഥത്തില് മിഥിലഹ എന്നും പേര്. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ട് 3 പേര് ഒരേ ആൾക്ക് തന്നെ. ജനകനും വൈദേഹനും മിഥിലനും ഒരേ ആൾ തന്നെ. വൺ ആൻഡ് ദ സെയിം. വേണമെങ്കിൽ ഒരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കാം.
അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ ഇന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കാം. ജനകഃ, വൈദേഹഃ, മിഥിലഃ ആർ വൺ ആൻഡ് ദ സെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോ മിഥിലോ മതനാജാതഃ, മിഥില ഏന നിർമ്മിത, ഏന ഏതൊരുവനാലാണോ മിഥില നിർമ്മിത, മിഥിലാപുരി, ജനകന്റെ പുരിയാണ് മിഥിലാപുരി, വിദേഹ രാജധാനി. അപ്പൊ ആ മിഥിലാപുരി നിർമ്മിച്ചതും ഇവനാലാണ്. മൈഥിലനാൽ നിർമ്മിക്കപ്പെട്ടതും അല്ല, മിഥിലനാൽ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് ആ പുരിക്ക്, മിഥിലന്റെ പുരിക്ക് മിഥില എന്നും പേര്. ഇന്നത്തെ നേപ്പാളിലാണ് അല്ലെ മിഥിലാപുരി. തസ്മാത് ഉദാവസുസ്തസ്യ പുത്രോ അഭൂത് നന്ദിവർദ്ധനഃ തതഃ സുഖേതുസ്തസ്യാപി ദേവരാതോ മഹീപതേ. തസ്മാത് ഉദാവസുസ്തസ്യ പുത്രോ അഭൂത് നന്ദിവർദ്ധനഃ തതഃ സുഖേതുസ്തസ്യാപി ദേവരാതോ മഹീപതേ. ഇനി വംശം തുടരുകയാണ്. അപ്പൊ മിഥിലന്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി തസ്മാത് ഉദാവസുഹു, ആ മിഥിലനിൽ നിന്ന് ഉദാവസു എന്ന രാജാവുണ്ടായി. അത് കഴിഞ്ഞ് തസ്യ പുത്രഃ അഭൂത് നന്ദിവർദ്ധനഃ, അവന്റെ പുത്രനായി നന്ദിവർദ്ധനൻ ഭവിച്ചു. ഉദാവസുവിന്റെ പുത്രനാണ് നന്ദിവർദ്ധനൻ. തതഃ സുകേതുഹു, അവനിൽ നിന്ന് സുകേതു, ഇപ്പൊ നന്ദിവർദ്ധനന്റെ പുത്രൻ സുകേതു. തസ്യാപി ദേവരാതോ, സുകേതുവിന്റെ പുത്രനായി ദേവരാതൻ എന്ന പുത്രൻ ഉണ്ടായി. മഹീപതേ എന്നത് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്താണ്. അല്ലയോ രാജാവേ, അപ്പൊ അല്ലയോ പരീക്ഷത്ത് രാജാവേ, ഇങ്ങനെയാണ് മിഥിലനിൽ നിന്ന് ഉദാവസുവും അദ്ദേഹത്തിൽ നിന്ന് നന്ദിവർദ്ധനനും അദ്ദേഹത്തിന്റെ പുത്രനായി സുകേതുവും അദ്ദേഹത്തിന്റെ പുത്രനായി ദേവരാതനും ജനിച്ചു. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യഃ സുധൃത്പിതാ സുധൃതേർദൃഷ്ടകേതുർവൈ ഹര്യശോതമരുസ്തതഃ. തസ്മാത് ബൃഹദ്രഥസ്തസ്യ മഹാവീര്യഃ സുധൃത്പിതാ സുധൃതേർദൃഷ്ടകേതുർവൈ ഹര്യശോതമരുസ്തതഃ. തസ്മാത് ബൃഹദ്രഥഃ, അപ്പൊ മുമ്പിൽ പറഞ്ഞ ദേവരാതനിൽ നിന്ന് ബൃഹദ്രഥൻ ജാതനായി. തസ്യ മഹാവീര്യഃ, അവനിൽ നിന്ന് മഹാവീര്യൻ. അവൻ ആരാണെന്ന് പറഞ്ഞാണ് സുധൃത്പിതാ. ആ മഹാവീര്യൻ സുധൃതി എന്ന് പറയുന്ന ആളുടെ പിതാവാണ്. അപ്പൊ അയാളെയും പറഞ്ഞു. മഹാവീര്യന്റെ പുത്രനായി സുധൃതി എന്ന് മനസ്സിലാക്കണം. ഇനി സുധൃതേഹേ ദൃഷ്ടകേതുർവൈ, ആ സുധൃതിയിൽ നിന്ന് ദൃഷ്ടകേതുവും. അപ്പൊ പരമ്പരയാ ദേവരാതനന്റെ പുത്രനായി ബൃഹദ്രഥൻ, ബൃഹദ്രഥന്റെ പുത്രനായി മഹാവീര്യൻ, മഹാവീര്യന്റെ പുത്രനായി സുധൃതി, സുധൃതിയിൽ നിന്ന് ദൃഷ്ടകേതു. പിന്നെയോ ഹര്യശ്വോ, ദൃഷ്ടകേതുവിൽ നിന്ന് ഹര്യശ്വൻ. അധ മരു തഥ, അധ മരു, ഇവിടെയും ഒരു മരു ഉണ്ടാകുന്നു. നമ്മുടെ ഇക്ഷ്വാകുവിന്റെ വംശത്തിലും ഒരു മരുവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയും മരു എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായി. മരുക്കൾ അനേകമുണ്ട്. ഹര്യശ്വന്റെ പുത്രനായി മരുവും ഉണ്ടായി. മരോഹോ പ്രദീപകസ്തസ്മാത് ജാതഃ കൃതരഥോ യതഃ ദേവമീഡസ്തസ്യ സുതോ വിസ്തൃതോദമഹാധൃതിഃ. മരോഹോ പ്രദീപകസ്തസ്മാത് ജാതഃ കൃതരഥോ യതഃ ദേവമീഡസ്തസ്യ സുതോ വിസ്തൃതോദമഹാധൃതിഃ. മരോഹോ പ്രദീപകഃ, മരുവിൽ നിന്ന് പ്രദീപകൻ എന്ന പുത്രൻ ഉണ്ടായി. തസ്മാത് ജാതഃ കൃതരഥഃ, തസ്മാത് പ്രദീപകാത് അർത്ഥം. പ്രദീപകനിൽ നിന്ന് ആരാജാതനായത് കൃതരഥഃ, കൃതരഥൻ ജാതനായി. തതഃ ദേവമീഡഃ, അവനിൽ നിന്ന് ദേവമീഡൻ. അപ്പൊ കൃതരഥന്റെ പുത്രനായി ദേവമീഡൻ. തസ്യ സുതോ വിസ്തൃതോദ മഹാധൃതിഃ, തസ്യ സുതഃ വിസ്തൃതഃ, ദേവമീഡന്റെ പുത്രനായി വിസ്തൃതനുണ്ടായി. അധ
അനന്തരം മഹാധൃതി. അപ്പൊ വിശ്രുതനിൽ നിന്ന് മഹാധൃതി എന്ന പേരുള്ള രാജാവുണ്ടായി. അപ്പൊ മരുവിന്റെ പുത്രൻ പ്രദീപകൻ, അവന്റെ പുത്രൻ കൃതരഥൻ, അവന്റെ പുത്രൻ ദേവമീഡൻ, അവന്റെ പുത്രൻ വിശ്രുതൻ, അവന്റെ പുത്രൻ മഹാധൃതി പറഞ്ഞു. കൃതിരാതസ്തതഃ തസ്മാത് മഹാരോമാദ തൽസുതഃ സ്വർണരോമോ സുതസ്തസ്യ ഹ്രസ്വരോമോ വ്യജായത. കൃതിരാതസ്തതസ്തസ്മാത് മഹാരോമാദ തൽസുതഃ സ്വർണരോമാ സുതസ്തസ്യ ഹ്രസ്വരോമാ വ്യജായത. അപ്പോ മഹാധൃതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ആ മഹാധൃതിയിൽ നിന്ന് കൃതിരാതൻ, കൃതിരാതഃ തതഃ, കൃതിരാതനിൽ നിന്ന് തസ്മാത് മഹാരോമാ, കൃതിരാതന്റെ പുത്രന്റെ പേര് മഹാരോമാ. ശരീരം മുഴുവൻ നിറയെ രോമങ്ങൾ ഉണ്ടായിരിക്കും, അതായിരിക്കാം മഹാരോമ. അത തൽസുതഃ സ്വർണരോമ, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് സ്വർണരോമ, മഹാരോമന്റെ മകനാണ് സ്വർണരോമൻ. അപ്പൊ നല്ല ചെമ്പിച്ച രോമം എന്ന് പറയും, ഇവിടെ സ്വർണം പോലെയുള്ള രോമങ്ങളുള്ള ആളായിരിക്കാം, അതുകൊണ്ട് സ്വർണരോമാവായി. പിന്നെ തസ്യ ഹ്രസ്വരോമാ വ്യജായത, സ്വർണരോമാവിന്റെ പുത്രനായിട്ട് ഹ്രസ്വരോമാവ് ഉണ്ടായി. ചെറിയ ചെറിയ രോമങ്ങളായിരിക്കും. അപ്പൊ ഹ്രസ്വരോമം, എന്തായാലും പേരുകള് അവരുടെ സ്വഭാവത്തിനോ അവരുടെ ഗുണങ്ങൾക്കോ ഒക്കെ അനുസരിച്ചിട്ടുള്ള പേരുകളായിരിക്കണം. എന്തായാലും മഹാധൃതിയിൽ നിന്ന് കൃതിരാതൻ, കൃതിരാതന്റെ പുത്രനായി മഹാരോമ, മഹാരോമന്റെ പുത്രനായി സ്വർണരോമ, അദ്ദേഹത്തിന്റെ പുത്രനായി ഹ്രസ്വരോമ. തുടർന്ന് തതസീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹീം സീതാ സീരാഗ്രതോ ജാത തസ്മാത് സീരധ്വജ സ്മൃതഃ. തതസീരധ്വജോ ജജ്ഞേ യജ്ഞാർത്ഥം കർഷതോ മഹീം സീതാ സീരാഗ്രതോ ജാത തസ്മാത് സീരധ്വജ സ്മൃതഃ. തതഃ സീരധ്വജഃ ജജ്ഞേ, ആരിൽ നിന്ന്? ഹ്രസ്വരോമാവിൽ നിന്ന്. ഹ്രസ്വരോമാവിന്റെ മകനായിട്ട് സീരധ്വജൻ ജാതനായി, ജജ്ഞേ ജനിച്ചു. അപ്പൊ സീരധ്വജൻ, സീരധ്വജൻ എന്ന് പറഞ്ഞാൽ സീരം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. നിലം ഉഴാൻ ഉപയോഗിക്കുന്ന ആ കലപ്പയ്ക്ക് പേരാണ് സീരം. അത് കൊടിയടയാളമായ ആളാണ് സീരധ്വജൻ. കലപ്പയാണ് സീരധ്വജന്റെ കൊടിയടയാളം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയാണ്. യജ്ഞാർത്ഥം കർഷതോ മഹീം സീതാ സീരാഗ്രതോ ജാത തസ്മാത് സീരധ്വജ സ്മൃതഃ. യജ്ഞാർത്ഥം മഹീം കർഷതഃ തസ്യ, യജ്ഞത്തിനായിക്കൊണ്ട് ഭൂമിയെ കൃഷി ചെയ്യുന്ന സമയത്ത്, കർഷതഃ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ കലപ്പ കൊണ്ട് ഉഴുന്നതായിട്ടുള്ള സമയത്ത്, ഉഴുകുന്ന സമയത്ത് സീരാഗ്രതഃ, ആ സീരത്തിന്റെ അഗ്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ നുകച്ചാലിൽ നിന്ന് നുകം കൊണ്ട് ഇളക്കി മറിച്ചപ്പോൾ മണ്ണിൽ പൂണ്ടുകിടന്നിരുന്ന ഒരു പെട്ടി കിട്ടിയെന്നും ആ പെട്ടിയിൽ സീത എന്ന് പറയുന്ന ഭൂമിപുത്രി അയോനിജയായി ലക്ഷ്മിയുടെ അംശമായി അവതരിച്ചു. സീതാജാത. സീരാഗ്രത, ഈ സീരത്തിന്റെ മുമ്പിൽ നിന്ന് എന്ന് വെച്ചാൽ കലപ്പയുടെ മുമ്പിൽ നിന്ന്, കലപ്പയുടെ ചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് സീത എന്ന് അവൾക്ക് പേരിട്ടു. സീത സീരാഗ്രതോ ജാത തസ്മാത് സീരധ്വജ സ്മൃത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സീരധ്വജൻ എന്ന് സ്മരിക്കുന്നത്. സീത നിമിത്തം കീർത്തിമാനായതുകൊണ്ട്, മകളിലൂടെ പേരെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് കീർത്തിയാണ് ധ്വജം എന്നുള്ളത് കൊണ്ട്, അദ്ദേഹത്തിന്റെ യശസ്സിന്റെ ആ ഉത്കർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ധ്വജശബ്ദം. അപ്പൊ ഇവിടെ കൊടിയടയാളം ആവാം, അതല്ലെങ്കിൽ സീതയിലൂടെ കീർത്തി കേട്ടവൻ എന്നർത്ഥത്തിലും സീരധ്വജൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. കുശധ്വജസ്തസ്യ പുത്രഃ തതോ ധർമ്മധ്വജോ നൃപഃ ധർമ്മധ്വജസ്യ ദ്വൗ പുത്രൗ കൃതധ്വജമിതധ്വജൗ. കുശധ്വജസ്തസ്യ പുത്രഃ തതോ ധർമ്മധ്വജോ നൃപഃ ധർമ്മധ്വജസ്യ ദ്വൗ പുത്രൗ കൃതധ്വജമിതധ്വജൗ. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ വിദേഹന്മാരാണ്. ഇവരൊക്കെ
എന്താ പറയാ, മിഥിലന്മാരാണ്. ഇവരൊക്കെ ജനകന്മാരുമാണ്. ഈ വംശത്തിലുള്ളവരെയൊക്കെ ജനകന്മാരെന്ന് വിളിക്കും, മിഥിലന്മാരെന്ന് വിളിക്കും, വൈദേഹന്മാരെന്നും വിളിക്കും. ഇവരൊക്കെ ആ പേര് അർഹരാണ്. അതുകൊണ്ട് നമ്മുടെ സീതയുടെ അച്ഛനെ ജനകനെന്നും വിദേഹനെന്നും മിഥിലൻ എന്നൊക്കെ പല പേരിലും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി തസ്യ പുത്ര കുശധ്വജ. ആരുടെ? സീരധ്വജന്റെ പുത്രനാണ് കുശധ്വജൻ, സീതയുടെ സഹോദരൻ എന്ന് പറയാം. സീതയ്ക്ക് സഹോദരനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ടേ, ജനകന്റെ പുത്രനായ കുശധ്വജൻ. എന്നിട്ട് തതോ ധർമ്മധ്വജോ നൃപഃ. തതഃ ആ കുശധ്വജനിൽ നിന്ന് ധർമ്മധ്വജൻ എന്ന നൃപൻ ഉണ്ടായി, രാജാവുണ്ടായി എന്നർത്ഥം. നൃപഃ ധർമ്മധ്വജ. ധർമ്മധ്വജസ്യ ദ്വൗ പുത്രൗ. ധർമ്മധ്വജന് 2 പുത്രന്മാർ തുല്യ പ്രാധാന്യമുള്ളവർ. അതുകൊണ്ട് രണ്ടെടുത്ത് പറഞ്ഞു. കൃതധ്വജ മിതധ്വജൗ. കൃതധ്വജ ച മിതധ്വജ ച. കൃതധ്വജനും മിതധ്വജനും 2 പുത്രന്മാർ ധർമ്മധ്വജന്റെ പുത്രന്മാരായിട്ട് ഉണ്ടായി. അപ്പോ സീതയുടെ സഹോദരനായി കുശധ്വജൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധർമ്മധ്വജൻ. ധർമ്മധ്വജന് 2 പുത്രന്മാർ, കൃതധ്വജ മിതധ്വജന്മാർ. കൃതധ്വജാത് കേശിധ്വജ ഗാണ്ഡിക്യസ്തു മിതധ്വജാത് കൃതധ്വജസുതോ രാജൻ ആത്മവിദ്യാ വിശാരദഃ. കൃതധ്വജാത് കേശിധ്വജ ഗാണ്ഡിക്യസ്തു മിതധ്വജാത് കൃതധ്വജസുതോ രാജൻ ആത്മവിദ്യാ വിശാരദഃ. കൃതധ്വജാത് കേശിധ്വജ. ആ ധർമ്മധ്വജന്റെ ഒരു പുത്രനായ കൃതധ്വജനിൽ നിന്ന് കേശിധ്വജൻ എന്നൊരു പുത്രനുണ്ടായി. മറ്റേ പുത്രൻ മിതധ്വജനിൽ നിന്ന് ഗാണ്ഡിക്യൻ. ഗാണ്ഡിക്യഃ തു മിതധ്വജാത്. അപ്പൊ മിതധ്വജന്റെ പുത്രനായി ഗാണ്ഡിക്യനും ഉണ്ടായി. ഇനി കൃതധ്വജസുതോ രാജൻ ആത്മവിദ്യാ വിശാരദഃ. ആ കൃതധ്വജപുത്രനായ കേശിധ്വജൻ ആത്മവിദ്യയിൽ വിശാരദനായിരുന്നു, ബ്രഹ്മവിദ്യാ നിപുണനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോ സന്യാസിയായി പോയി കാണും. അതുകൊണ്ട് ഗാണ്ഡിക്യന് പ്രാധാന്യം വന്നു. അതാണ് ഗാണ്ഡിക്യ കർമ്മതത്വജ്ഞോ ഭീത കേശിധ്വജാദ്രുതഃ. അല്ല, ഭാനുമാൻ തസ്യ പുത്രോ ഭൂത ശതദ്യുമ്നസ്തു തൽസുതഃ. ഗാണ്ഡിക്യന് പ്രാധാന്യമില്ല. ഗാണ്ഡിക്യൻ ഏട്ടനെ ഭയന്ന് നാടുവിട്ടുപോയി എന്ന. ഗാണ്ഡിക്യഃ കർമ്മതത്വജ്ഞോ ഭീതഃ കേശിധ്വജാദ്രുതഃ ഭാനുമാൻ തസ്യ പുത്രോ ഭൂത ശതദ്യുമ്നസ്തു തൽസുതഃ. ഗാണ്ഡിക്യഃ കർമ്മതത്വജ്ഞഃ. മിതധ്വജന്റെ പുത്രനായ ഗാണ്ഡിക്യൻ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഒരു കർമ്മടനായിരുന്നു എന്ന് പറയാമാണെങ്കിൽ കർമ്മവിദ്യയിൽ നിപുണനായിരുന്നു. അപ്പൊ ബ്രഹ്മവിദ്യാ വിശാരദനായ കേശിധ്വജനിൽ നിന്ന് ഭീതനായിട്ട്, എന്താ പറയാ, ഭീതഃ കേശിധ്വജാത്, കേശിധ്വജനിൽ നിന്ന് ഭീതനായിട്ട് ദ്രുതഃ. ദ്രുതഃ എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു എന്ന് പറഞ്ഞാലോ പലായനം ചെയ്തു, ഓടിപ്പോയി. കേശിധ്വജൻ ആത്മജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തെ ഭയന്ന് കർമ്മടനായിട്ടുള്ള ഗാണ്ഡിക്യൻ സ്ഥലം വിട്ടു എന്ന് താല്പര്യം. ഇനി കേശിധ്വജന്റെ പുത്രനെ പറയണ ഭാനുമാൻ തസ്യ പുത്രോ ഭൂത ശതദ്യുമ്നസ്തു തൽസുതഃ. ഭാനുമാൻ തസ്യ പുത്രോ ഭൂത്. കേശിധ്വജന്റെ പുത്രനായി ഭാനുമാൻ ഭവിച്ചു. പിന്നീട് ശതദ്യുമ്നഃ തൽസുതഃ. ശതദ്യുമ്നൻ എന്ന് പേരുള്ള ഒരു പുത്രൻ ആ ഭാനുമാന് ഉണ്ടായി. കേശിധ്വജന്റെ പുത്രൻ ഭാനുമാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ശതദ്യുമ്നൻ. ശുചിസ്തനയസ്തസ്മാത് സനദ്വാജസ്തതോ അഭവത് ഊർധ്വകേതു സനദ്വാജാത് അജോദപുരുജിത്സുതഃ. ശുചിസ്തനയസ്തസ്മാത് സനദ്വാജസ്തതോ അഭവത് ഊർധ്വകേതു സനദ്വാജാത് അജോദ പുരുജിത്സുതഃ. ശുചിഃ തത്തനയഃ.
ശുചിഹി തത്തനയ. അപ്പൊ മുമ്പേ പറഞ്ഞ ശതദ്യുമ്നൻ അദ്ദേഹത്തിന്റെ തനയ, തത്തനയ എന്ന് പറഞ്ഞാൽ തസ്യ തനയ, കസ്യ ശതദ്യുമ്ന, ശതദ്യുമ്നന്റെ ശതദ്യുമ്നസ്യ തനയ ശുചിഹി, ശുചി എന്നാണ് പേര്. എന്നിട്ട് തസ്മാത് സനദ്വാജ, തസ്മാത് എന്ന് പറഞ്ഞാൽ ശുചിയിൽ നിന്ന്, ശുചേഹേ, ശുചേഹേ പുത്ര സനദ്വാജ തതോ അഭവത്, പിന്നീട് ഭവിച്ചു. ഇനി ഊർധ്വകേതു സനദ്വാജാത്, സനദ്വാജസ്യ പുത്ര ഊർധ്വകേതു അജോദ പുരുജിത് സുത. പിന്നീട് അത അജഹ, ഊർധ്വകേതുവിന്റെ പുത്രനായി അജൻ, അജന്മാര് ധാരാളമുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനായി പുരുജിത്ത് സുതനായി വന്നു, അജപുത്രൻ പുരുജിത്ത്. അപ്പോ ശുചി, സനദ്വാജൻ, ഊർധ്വകേതു, അജൻ, പുരുജിത്ത്, ഇങ്ങനെ പരമ്പര. അരിഷ്ടനേമിസ്തസ്യാപി ശ്രുതായുസ്തൽ സുപാർശ്വകഃ തതശ്ചിത്രരഥോ യസ്യ ക്ഷേമതിർമിഥിലാദിപഃ. അരിഷ്ടനേമിസ്തസ്യാപി ശ്രുതായുസ്തൽ സുപാർശ്വകഃ തതശ്ചിത്രരഥോ യസ്യ ക്ഷേമതിർമിഥിലാദിപഃ. അരിഷ്ടനേമിഹി തസ്യാപി, തസ്യാപി എന്ന് പറഞ്ഞാലോ മുമ്പേ പറഞ്ഞ പുരുജിത്തിന്റെ പുത്രനായിട്ട് അരിഷ്ടനേമി, പുരുജിത് പുത്ര അരിഷ്ടനേമിഹി. ഇനി ശ്രുതായുഹു, അവനിൽ നിന്ന്, അരിഷ്ടനേമിയുടെ പുത്രനാണ് ശ്രുതായു, തസ്യാപി ശ്രുതായുഹു. തൽ സുപാർശ്വകഃ, അവന്റെ പുത്രൻ സുപാർശ്വകൻ, തത് എന്നുള്ള തസ്മാത്, അവനിൽ നിന്ന് സുപാർശ്വകൻ പുത്രനായി ഉണ്ടായി. തതശ്ചിത്രരഥ, സുപാർശ്വകന്റെ പുത്രനായി ചിത്രരഥൻ ഉണ്ടായി. യസ്യ ക്ഷേമദിഹി മിഥിലാധിപഃ, യസ്യ പുത്ര ക്ഷേമദി, ക്ഷേമധി എന്നാണ് പേര്. അപ്പൊ ക്ഷേമധി, ചിത്രരഥന്റെ പുത്രനായി ക്ഷേമധി. ഇവരൊക്കെ ആരായിരുന്നു? മിഥിലാധിപന്മാരായിരുന്നു. അപ്പൊ അവസാനത്തെ ആളെ മിഥിലാധിപഃ എന്ന് പറഞ്ഞു. നാരായണ. ചിത്രരഥന്റെ പുത്രൻ ക്ഷേമധി. തുടർന്ന് തസ്മാത് ഹേമരഥ തസ്യ സ്വതഃ സത്യരഥസ്തതഃ ആസീത് ഉപഗുരുസ്തസ്മാത് ഉപഗുപ്തോ അഗ്നിസംഭവഃ. തസ്മാത് ഹേമരഥസ്തസ്യ സുതഃ സത്യരഥസ്തതഃ ആസീത് ഉപഗുരു തസ്മാദുപഗുപ്തോ അഗ്നിസംഭവഃ. തസ്മാത് ഹേമരഥഃ, ആരിൽ നിന്ന്? ക്ഷേമധിയിൽ നിന്ന് ഹേമരഥൻ പുത്രനായിട്ടുണ്ടായി. തസ്യ സുതഃ സത്യരഥഃ, ആ ഹേമരഥന്റെ പുത്രൻ സത്യരഥൻ. തതഃ ആസീത് ഉപഗുരുഹു, പിന്നീട് ഉണ്ടായി സത്യരഥന്റെ പുത്രനായി ഉപഗുരു. പിന്നീട് ഉപഗുപ്തോ അഗ്നിസംഭവ. തസ്മാത്, തസ്മാത് എന്ന് പറഞ്ഞാൽ ഉപഗുരുവിൽ നിന്ന് ഉപഗുപ്തൻ എന്ന പേരുള്ള അഗ്നിസംഭവൻ ഉണ്ടായി. അഗ്നിയുടെ അംശത്തിൽ നിന്നാണ് ഈ ഉപഗുപ്തൻ ജാതനായത് എന്ന് പറയുന്നത്. അഗ്നിയുടെ അംശമാണ് ഉപഗുപ്തൻ, ഉപഗുരുവിന്റെ പുത്രനായി ജനിച്ചു എന്ന്. ശ്വസനസ്ത്വതൽ പുത്രോ സുവർച്ചായ സുഭാഷണഃ ശ്രുതസ്തതോ ജയസ്തസ്മാത് വിജയോസ്മാദൃത സുതഃ. ശ്വസനസ്ത്വത തൽപുത്രോ സുവർച്ചായൽ സുഭാഷണഃ ശ്രുതസ്തതോ ജയസ്തസ്മാത് വിജയോസ്മാദൃത സുതഃ. ശ്വസനഃ തു അത തൽപുത്രഃ എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞ ഉപഗുപ്തന്റെ പുത്രനായി ശ്വസനൻ ജാതനായി. ശ്വസനഃ തു അത തൽപുത്രഃ. സുവർച്ച യത് സുഭാഷണഃ, സുവർച്ച പിന്നീട് തൽപുത്രനായിട്ട്, ശ്വസനന്റെ പുത്രനായിട്ട് സുവർച്ച, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് യത് സുഭാഷണഃ, സുവർച്ചനും സുഭാഷണനും ഉണ്ടായി. ശ്രുതഃ തതോ, പിന്നീട് സുഭാഷണന്റെ പുത്രനായി ശ്രുതഃ. തതോ ജയഃ,
അവന്റെ പുത്രനായി ജയൻ. തസ്മാത് വിജയ, ജയന്റെ പുത്രനായി വിജയൻ. അസ്മാത് അവനിൽ നിന്ന് ധൃത സുത, ധൃതൻ എന്ന് പുത്രനുണ്ടായി. അപ്പൊ ഉപഗുപ്തന്റെ പുത്രൻ ശ്വസനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുവർച്ചസ്, അദ്ദേഹത്തിന്റെ സുഭാഷണൻ, അതിൽ നിന്ന് ശ്രുതൻ, അതിൽ നിന്ന് ജയൻ, അസ്മാത് വിജയ, പിന്നെ ധൃത. ഇങ്ങനെ 7 തലമുറകളെ പറഞ്ഞു. ശുനകസ്തൽ സുതോ ജജ്ഞേ വീതഹവ്യോ ധൃതിസ്തതഃ ബഹുളാശ്വോ ധൃതേസ്തസ്യ കൃതിരശ്യ മഹാവശീ. ശുനകസ്തൽ സുതോ ജജ്ഞേ വീതഹവ്യോ ധൃതിസ്തതഃ ബഹുളാശ്വോ ധൃതേസ്തസ്യ കൃതിരസ്യ മഹാവശീ. എന്താ വസ്വനന്തോ പുത്ര യുയുധോ അവിടേത്? ശുനകന്റെ സ്ഥാനത്ത് വസ്വനന്ദ എന്നാണ്. ഒരു ശ്ലോകം വിട്ടു അല്ലേ? പാഠഭേദം ഉണ്ട്. 24 ഹേമരഥ തസ്മാത് സമരഥസ്തസ്യ സുതഃ സത്യരഥഃ. 24 സമരഥനാണ് ഒരു പാഠത്തില് ഹേമരഥനാണ്. അദ്ദേഹത്തിന്റെ പുത്രൻ സത്യരഥൻ, പിന്നീട് ഉപഗുരു, പിന്നീട് ഉപഗുപ്തൻ. അതിനുശേഷം വസ്വനന്ദോദ തൽപുത്രോ എന്ന് കാണുന്നുണ്ട് അല്ലെ? തൽപുത്ര വസ്വനന്ദ. 25 ശ്ലോകം. ഇതില് ശ്വസന തൽപുത്ര വസ്വനന്ദ. വസ്വനന്ദന്റെ പുത്രനായിട്ട് യുയുധനെ പറഞ്ഞിട്ടുണ്ട്. യുയുധന്റെ പുത്രനായി സുഭാഷണ, സുഭാഷണ. അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രുത. തതോ ജയ തസ്മാത് വിജയോ അസ്മാത് ധൃത സുത. അപ്പൊ ഇവിടെ ശ്വസനന് പകരം വസ്വനന്ദനും സുവർച്ചസിന് പകരം യുയുധനും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഹേമരഥന് പകരം സമരഥൻ. അങ്ങനെ ചെറിയ പേരുകൾ മാറ്റം. ഹേമരഥൻ 24 ഹേമരഥന്റെ പകരം സമരഥനാണ് ഒരു പാഠത്തില്. ബാക്കിയുള്ളതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ 25 ശ്വസനന് പകരം വസ്വനന്ദൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുവർച്ചസിന് പകരം യുയുധൻ, അതിൽ നിന്ന് സുഭാഷണ. പേരുകളുടെ മാറ്റമാണ്. നമ്മള് മൂലപുസ്തകത്തിലുള്ളത് സ്വീകരിച്ചാൽ മതി, ആ ക്രമത്തിലുള്ള പേര് എടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ എന്താ പറയുക, ഗീതാ പ്രസിന്റെ പുസ്തകം നോക്കി പറയാം. അതിപ്പോ പേരുകൾ ചെറിയ മാറ്റമേ ഉള്ളൂ. 3 പേരുടെ പേര് മാറ്റം. അത് നമ്മൾ തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുത്തശ്ശന്മാരുടെ പേര് പോലും നമുക്കറിയില്ല. അപ്പൊ പിന്നെ ഇതിലെങ്ങനെയോ മാറ്റം വന്നത് പാഠഭേദം വന്നതാണ്. ആരോ വ്യാസന് പറ്റിയതല്ല, ആരോ മാറി എഴുതിപ്പോയിട്ടുണ്ടാവും. കാലങ്ങളിൽ വന്ന മാറ്റമാണ്. കൈമാറി വരുമ്പോൾ, തലമുറകൾ മാറി വരുമ്പോൾ അതിൽ പേരുകൾ മാറിപ്പോകുന്നതാണ്. അല്ലാതെ വ്യാസന് മാറിയതല്ല, ഇടക്കാലത്ത് പലർക്കും മാറിപ്പോയതാണ്. അപ്പോൾ സമരഥൻ, ഹേമരഥന്റെ സ്ഥാനത്ത് സമരഥൻ, വസ്വനന്ദൻ, ശ്വസനന്റെ സ്ഥാനത്ത് വസ്വനന്ദൻ, യുയുധന്റെ സുവർച്ചസിന്റെ സ്ഥാനത്ത് യുയുധൻ എന്ന് ഉള്ളത് പ്രകാരം തന്നെ വായിച്ചാൽ മതി. വസ്വനന്ദോദൽപുത്രോ യുയുധോ യത് സുഭാഷണ ശ്രുതസ്തോ ജയസ്തസ്മാത് വിജയോസ്മാത് ധൃതസുതഃ. ഇനി അത് കഴിഞ്ഞുള്ളത് നോക്കാം.
ശുനകസ്തൽസുതോ ജജ്ഞേ വീദഹവ്യോ ധൃതിസ്തതഃ ബഹുളാശ്വോ ധൃതേസ്തസ്യ കൃതിരസ്യ മഹാവശീ. ശുനകസ്തൽസുതോ ജജ്ഞേ വീദഹവ്യോ ധൃതിസ്തതഃ ബഹുളാശ്വോ ധൃതേസ്തസ്യ കൃതിരസ്യ മഹാവശീ. ശുനക സ്ഥൽസുതോ ജജ്ഞേ, ആ മുമ്പിൽ പറഞ്ഞ ധൃതന്റെ പുത്രൻ, ധൃതന്റെ പുത്രൻ ശുനകഃ, ശുനകന്റെ പുത്രൻ വീദഹവ്യൻ. ശുനകഃ തൽസുതോ ജജ്ഞേ വീദഹവ്യോ, വീദഹവ്യൻ. അത് കഴിഞ്ഞിട്ട് ധൃതിഹി തതഃ, വീദഹവ്യന്റെ പുത്രനായി ധൃതി. ബഹുളാശ്വോ ധൃതേഹെ, ധൃതിയിൽ നിന്ന് ബഹുളാശ്വൻ. തസ്യ കൃതിഹി, അവന്റെ പുത്രനായി കൃതി ഉണ്ടായി. അസ്യ മഹാവശീ, അവനിൽ നിന്ന് മഹാവശിയും ഉണ്ടായി. അപ്പൊ ധൃതന്റെ പുത്രൻ ശുനകൻ, അവന്റെ പുത്രൻ വീദഹവ്യൻ, അവന്റെ പുത്രൻ ധൃതി, അവനിൽ നിന്ന് ബഹുളാശ്വൻ, അവന്റെ പുത്രൻ കൃതി, അവന്റെ പുത്രൻ മഹാവശി ഉണ്ടായി. ഏതേ വൈ മൈഥിലാരാജൻ ആത്മവിദ്യാ വിശാരദാഃ യോഗേശ്വര പ്രസാദേന ദ്വന്ദ്വൈർമുക്താ ഗൃഹേഷ്വപി. ഏതേ വൈ മൈഥിലാരാജൻ ആത്മവിദ്യാ വിശാരദാഃ യോഗേശ്വര പ്രസാദേന ദ്വന്ദ്വൈർമുക്താ ഗൃഹേഷ്വപി. ഹേ രാജൻ, അല്ലയോ പരീക്ഷത്ത് രാജാവേ, ഏതേ വൈ മൈഥിലാഹ, ഇവരൊക്കെ തന്നെ മൈഥിലന്മാരാകുന്നു, മിഥിലാധിപന്മാരാകുന്നു. എല്ലാവരും ആത്മവിദ്യാ വിശാരദാഹ, മൈഥിലന്മാരെല്ലാവരും ആത്മവിദ്യയിൽ വിശാരദന്മാരായിരുന്നു. ആരും മോശക്കാരല്ല. യോഗേശ്വര പ്രസാദേന, യോഗേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ ധന്യരായിരുന്നു അവര്. ഈശ്വരാനുഗ്രഹം, യോഗേശ്വരന്മാരായ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗൃഹേഷു അപി, അവരൊക്കെ ഗൃഹത്തിലിരുന്നുവെങ്കിലും, രാജാക്കന്മാരായി രാജർഷികളായിരുന്നുവെങ്കിലും ദ്വന്ദ്വൈഹി മുക്താഹ, ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തരായിരുന്നു അവര്. സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ എല്ലാം മാറി മാറി വരുമ്പോഴും അതിനാൽ അവർ ബാധിക്കപ്പെട്ടിരുന്നില്ല. അവര് അവരുടേതായിട്ടുള്ള ബാലൻസ് രക്ഷിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ മിഥിലാധിപന്മാരായി, നിമിവംശജാതന്മാരായി കുറെ ആളുകളുടെ പേര് പറഞ്ഞു. ആ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി മാറ്റം ഉണ്ടെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. നമ്മളിതൊന്നും ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം ഇല്ല. ഈ ഒരു വംശത്തിന്റെ മഹാത്മ്യം അറിയുക. ജനകവംശത്തിന്റെ മഹാത്മ്യം ഭഗവാൻ ഗീതയിൽ പോലും അവരെ കോട്ട് ചെയ്തു. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയഃ. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയഃ എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ കോട്ട് ചെയ്തു. കർമ്മണായേവ, കർമ്മം കൊണ്ട് തന്നെ രാജർഷികളായിരുന്നുകൊണ്ട് ജനകാദികൾ സംസിദ്ധിയെ പ്രാപിച്ചിരുന്നു. ചിത്തശുദ്ധിയും ആത്മജ്ഞാനവും നേടിയ മഹാപുരുഷന്മാരായിരുന്നു രാജർഷിമാരായ ജനകന്മാർ എന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ ഉച്ചരിക്കണമെങ്കിൽ അവരെത്ര മഹാത്മ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കുക. പേരൊക്കെ എന്തോ ആയിക്കോട്ടെ, കുറെ അക്ഷരങ്ങൾ കൂട്ടിയാൽ പേരുകൾ ഉണ്ടാവും അല്ലെ. അവരുടെയൊക്കെ ചില ചില സ്വഭാവങ്ങൾക്കനുസരിച്ച് പേരിട്ടിരിക്കണമെന്നേ ഉള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ ആരെയും ഒന്നും തെളിയിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ നമ്മള് എന്താ പറയുക, നമ്മുടെ പൂർവികന്മാർ വല്ല ജന്മഭൂമി നമുക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല ലീഗലായിട്ടുള്ള വല്ല പ്രശ്നമുള്ളപ്പോഴാണ് പേരുകളൊക്കെ തെളിയിക്കേണ്ട ആവശ്യമുള്ളത്. ഇതിപ്പോ എന്തായാലും നമുക്കിതൊന്നും ബാധിക്കപ്പെടുന്നതല്ല. നമ്മുടെ മോക്ഷത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഈശ്വരനിൽ ഭക്തി വളർത്താനും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പേരുകൾ കാലക്രമത്തിൽ കയ്യെഴുത്ത് പ്രതികൾ എഴുതി വരുമ്പോൾ ആർക്കൊക്കെയോ മാറ്റം സംഭവിച്ചതാണ്. അതും വ്യാസന്റെ തെറ്റ് അല്ല, പാഠഭേദങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ അധ്യായം, ഈ 13-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
നവമസ്കന്ധേ നിമിവംശാനുവർണ്ണനം നാമ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നാരായണ. അപ്പോ അങ്ങനെ സൂര്യവംശം നമ്മൾ ഒരുവിധം വിസ്തരിച്ച് തന്നെ കണ്ടു. ഇനി 14-ാം അധ്യായം ചന്ദ്രവംശം ആരംഭിക്കുന്നു. ഇളയുടെ പുത്രനായി, ബുധന്റെ പുത്രനായി പുരൂരവസ്. ആ പുരൂരവസിൽ നിന്നാണ് ഈ വംശം ആരംഭിക്കുന്നത്. ചന്ദ്രന്റെ പൗത്രനാണ് പുരൂരവസ്. അതുകൊണ്ട് ചന്ദ്രവംശം. ചന്ദ്രന്റെ പുത്രൻ ബുധൻ, ബുധന്റെ പുത്രൻ പുരൂരവസ്. അതുകൊണ്ട് ചന്ദ്രവംശം എന്ന് പറയുന്നു. നമുക്ക് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ തുടരാം. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. എല്ലാവരും സുഖനിദ്ര എല്ലാവർക്കും ആശംസിക്കുന്നു. ഹരി ഓം. ഹരി ഓം. നാളെ കാലടിക്ക് പോകണം. ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം.